അങ്ങനെ പമ്പാ നദിയുടെ സമീപത്ത് എത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് ഈ കാണുന്നതാണ് പമ്പാ നദി. നമ്മൾ നേരെ ശബരിമലയിലേക്കാണ് പോകുന്നത്. ഞാൻ ഏറ്റവും കുറഞ്ഞത് 250 പ്രാവശ്യത്തിൽ കൂടുതലായി ഈ ശബരിമലയിൽ ഇങ്ങനെ വരുന്നതാണ്. എല്ലാ മലയാള മാസത്തിലും ഞാൻ മിക്കവാറും ഇവിടെ എത്താറുണ്ട്, മണ്ഡലകാലം ഒഴിച്ച്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 4 പേരുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ മിക്കവാറും മാസങ്ങളിലെല്ലാം വരുന്നതുകൊണ്ട് ഇരുമുടിക്കെട്ടില്ലാതെയാണ് മിക്കവാറും വരാറുള്ളത്. ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇരുമുടിക്കെട്ടുമായിട്ട് വരാറുള്ളൂ. ഇതുകൊണ്ട് ഈ കാണുന്ന മുഴുവൻ കരിക്കാണ്. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന. ഇത് വെട്ടി ഇങ്ങനെ കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ ഈ തൊണ്ടുണ്ടല്ലോ, അത് കംപ്ലീറ്റ്, ആ വേസ്റ്റ് കംപ്ലീറ്റ് ഇത് കണ്ടോ, അടുത്ത് ലോറി കാണും. ആ ലോറിയിലേക്ക് അപ്പം തന്നെ കയറ്റിയിടും. ഇവിടെ എങ്ങും ഇട്ടാക്കാൻ പാടില്ല അങ്ങനെ. അതുകൊണ്ട് നീലിമല നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം അങ്ങോട്ട് തുടങ്ങുകയാണ്. കണ്ടോ, ഇന്ന് മലയാള മാസം 4-ാം തീയതിയാണ്. 5 ദിവസമാണ്. 1-ാം തീയതി മുതൽ, മലയാള മാസം 1-ാം തീയതി മുതൽ 5 ദിവസമാണ് ശബരിമല ക്ഷേത്രം തുറക്കുന്നത്. ഇന്ന് 4-ാമത്തെ ദിവസമാണ്. കുറച്ച് ആൾ കുറവുണ്ട്, എങ്കിലും ഒരുവിധം നല്ല തിരക്കുണ്ട്. ഇപ്പം രാവിലെ 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ 4 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇതുണ്ടോ, ആരോ കുരങ്ങനെ ഭക്ഷണം കൊടുത്തിരിക്കുന്നതാണ്. അവനോട് നിന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഉമ്മാരുടെ കേന്ദ്ര. തന്നെയല്ല, ഒരു മഴയും ചാറുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ കോട്ടയത്ത് നിന്നും ഇറങ്ങുന്ന സമയം മുതൽ സത്യത്തിൽ പമ്പ വരുന്നോടം വരെ മഴയായിരുന്നു. ഈ നിൽക്കുന്ന ആൾ കണ്ടോ, സുനിലപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾക്ക് പണ്ട് ഇവിടെ വന്നപ്പോൾ 8-ൻ്റെ ഒരു പണി കിട്ടിയതാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയാതെ എന്താ പണി കിട്ടിയെന്നല്ലേ. ശബരിമല ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ 18-ാം പടി എപ്പോഴും നമ്മൾ ഈ കുരുത്തോലയൊക്കെ ഇട്ട് നല്ലതായിട്ട് അലങ്കരിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടല്ലേ. നമ്മളിതാ ഇപ്പം നടന്ന് നീലിമല ടോപ്പ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഇനിയിപ്പം ഇരുന്നൊന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, ഇവിടെ ഈ തണ്ണിമത്തനൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. എത്ര മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഇതിലേ വരുന്നവരെ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കും കേട്ടോ. ഞങ്ങൾ വാങ്ങിക്കുന്നില്ല, മിക്കവാറും ഇതിലേ വരുന്നവരൊക്കെ വാങ്ങിക്കുന്ന കാണാം. ഇവിടെ ഈ നീലിമല ടോപ്പ് വരുമ്പം കുറച്ച് ഭാഗം അങ്ങനെ നല്ല നിരപ്പാണ്. അപ്പം അവിടെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇതുകൊണ്ടോ ഒത്തിരി കടകളുണ്ട് അവിടെ. എല്ലാം ഇതുകൊണ്ടോ കൂടുതലും ഈ തണ്ണിമത്തങ്ങയാണ്. തണ്ണിമത്തന ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പീസ് ചെയ്ത്. കാരണം നമ്മൾ അണച്ചു വരുമ്പോഴത്തേക്ക് ഇത് കഴിക്കാൻ നല്ല സുഖമല്ലേ. അതുകൊണ്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കുന്നത് കാണാം. നമ്മളവിടെ നിന്ന് കയറ്റം കയറി വരുമ്പോഴത്തേക്കും ആദ്യമേ ഉള്ളൊരു നിരപ്പായിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് വിശ്രമിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ മുന്നോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് നിൽക്കാതെ മുകളിലോട്ട് കയറുന്ന വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ ഈ പമ്പയിൽ നിന്ന് നമ്മൾ സന്നിധാനം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 കിലോമീറ്ററാണ്. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല കയറ്റാണ്, മലയല്ലേ. ഇതുകൊണ്ടോ ഇതെല്ലാം വളഞ്ഞു കിടക്കുന്നത് കണ്ടോ. ഇത് ഈ കാറ്റത്തും മഴയത്തുമൊക്കെ ഈ ഇവിടെ നിൽക്കുന്ന വലിയ മരങ്ങളൊക്കെ പടന്ന് ഇതിൻ്റെ പുറത്തോട്ട് വീണിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതാണ്. നമ്മൾ ഈ നടന്ന് പോകുന്നതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അത്യാവശ്യത്തിന് ആംബുലൻസിന് കയറി വരാൻ രീതിയിൽ റോഡ് പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടോ ഒരു ആംബുലൻസ് എന്തോ അത്യാവശ്യം, അതുകൊണ്ടോ മുകളിൽ നിന്ന് താഴെ പമ്പയിലേക്ക് ഇറങ്ങിപ്പോകുന്ന കണ്ടോ. ആർക്കും എന്തോ പ്രശ്നം പറ്റിയിട്ട് നേരെ താഴേക്ക് കൊണ്ടുപോകുന്നതാണത്. ഞങ്ങളുടെ കൂടെ പോകുന്നത് സയൻജും തൊട്ടിപ്പുറത്ത് നിൽപ്പുണ്ട്. ഇനി അഭിലാഷിനെ കാണാനുണ്ട്. അഭിലാഷ് അങ്ങ് അപ്പാച്ചിമേട്ടിൻ്റെ അവിടെ സാധാരണ എപ്പോഴും അവിടെ കാണും, മുമ്പേ പോയിട്ട് അവിടെ നിന്നോളും. അതുകൊണ്ട് ഇവിടെയെല്ലാം ഇതുപോലെ ഇങ്ങനെ തണ്ണിമത്തൻ വിൽക്കുന്നത് കണ്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ചോദിച്ചല്ലോ, ഈ 18-ാം പടിയൊക്കെ കുരുത്തോല കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ എന്ന്. അത് പണ്ട് ഒരു പ്രാവശ്യം ഈ 18-ാം പടി അലങ്കരിക്കുവാനുള്ള ഈ കുരുത്തോല ഞങ്ങൾ കോട്ടയത്ത് നിന്നുമാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് ഈ കുരുത്തോലയായി നിൽക്കുന്ന ഓലമടലുണ്ടല്ലോ, അങ്ങനത്തെ ഓലമടലായിട്ടാണ് നമ്മൾ ഈ ശബരിമലയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ കുരുത്തോല അതിൽ നിന്ന് ഉരിഞ്ഞുരിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നത്. അന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് 2 കെട്ട് ഓലമടലായിരുന്നു. ഒരു കെട്ട് ഓലമടലെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിൻ്റെ അകത്ത് ഒരു 7-8 മടൽ കാണും, അത്രയും 2 കെട്ട്. അന്ന് ഞങ്ങളത് ജീപ്പിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയാണ് ഈ 2 കെട്ട് ഓലമടലും ഞങ്ങൾ ഇവിടെ പമ്പയിൽ കൊണ്ടുവന്നത്. അന്ന് ശക്തമായ മഴ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് കോട്ടയത്തുനിന്ന് പോരുമ്പോൾ മുതൽ ഇവിടെ വരുന്നോടം വരെയും ഒരു രക്ഷയില്ലാത്ത മഴ. അന്നേ ഞാനും തണ്ടി വരുന്ന സുനിലപ്പനും ഞങ്ങൾ 2 പേരും ഇരുമുടിക്കെട്ടില്ലാതെയാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞാൽ അന്ന് ഇരുമുടിക്കെട്ടുമായിട്ട് വന്ന ബാക്കി 4 പേരെ ഞങ്ങൾ കളിയാക്കുകയും ചെയ്തു. കാരണം ഈ നല്ല മഴയത്ത് നിങ്ങൾ ഇരുമുടിക്കെട്ടുമൊക്കെ ആയിട്ട് കയറാൻ കുറേ പാടുപെടും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി. ഒരു രക്ഷയില്ലാത്ത മഴ. അന്ന് ഇന്നത്തെ പോലെ ട്രാക്ടറും ഒന്നുമില്ല. മുകളിലേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് തലച്ചുമടായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. അവർ വന്നാണ് ഇവിടുന്ന് സാധനങ്ങളെല്ലാം മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അവർ വരുവാൻ വേണ്ടി ഞാനും ഈ കെട്ടില്ലാതെ വന്ന സുനിലപ്പൻ ഞങ്ങൾ 2 പേരും ഇവിടെ കാത്തു നിന്നു.
ബാക്കി കെട്ടുമായിട്ട് വന്ന 4 പേരും ശബരിമലയിലേക്ക് കയറി പോവുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ തലച്ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന പലരും വന്ന് നോക്കിയിട്ട് ഈ കുരുത്തോലയുടെ ഈ ഓലമടലിൻ്റെ കെട്ട് അവർക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നവർ പറഞ്ഞു. ശരിക്കും ഈ മഴയത്തെ ഇരുമുടിക്കെട്ടുമായിട്ട് മല ചവിട്ടി കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ 2 പേരും ആ ഇരുമുടിക്കെട്ടില്ലാതെ കയ്യും വീശി പോകുന്നത്. പക്ഷേ ഞങ്ങൾ അവസാനം ഈ 2 ഓലമടലിൻ്റെ കെട്ടുകളും തലച്ചുമടായിട്ട് ചുമന്ന് സന്നിധാനം വരെ എത്തിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മറക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കണ്ടോ, ഇപ്പം നമ്മൾ ഇരുമുടിക്കെട്ടില്ലാതെ കയറുന്നു, എന്നിട്ടും ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഞങ്ങൾ ഈ 2 കെട്ട് ഓലമടലുമായിട്ട് എങ്ങനെ സന്നിധാനം വരെ കയറിയെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇത് കണ്ടോ, നമ്മളങ്ങനെ ഓരോ അനുഭവ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അപ്പാച്ചിമേട് വരെ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ അപ്പാച്ചിമേട് ടോപ്പ് വരെയായി. അപ്പം കയറ്റമൊക്കെ മിക്കവാറും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് മിക്കവാറും നിരപ്പാണ്. ഇതുണ്ട്, ഇവിടെ നിന്നാണ് ഈ കന്യയ്യപ്പന്മാർ വരുമ്പോഴത്തേക്കും ശരം മേടിച്ച് ഇങ്ങനെ അപ്പുറത്ത് കൊണ്ട് കുത്തുന്നത്. ഞങ്ങൾ 3 പേരും ഉണ്ട്. മുമ്പേ സൈഞ്ചുണ്ട്, സുള്ളപ്പനുണ്ട്. ഇനി അഭിലാഷ് അങ്ങേ അറ്റത്ത് അവിടെ കാണും. ആദ്യം പോരുന്ന അവർ അപ്പുറത്ത് ആ ശബരിപീഠത്തിൻ്റെ ഷെഡിൻ്റെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും. ഇത് കണ്ടോ, ഒരു മാളിയപ്പുറം അവിടെ നിന്ന് ഒരു പെങ്കൊച്ച് കണ്ടോ, കുഞ്ഞു മാളിയപ്പുറം. അവളൊരു ശരമൊക്കെ മേടിച്ച് അവിടെ കൊണ്ട് കുത്താൻ പോവുക. കണ്ടോ, ഇത് കണ്ടോ. ഇതുപോലെ എൻ്റെ മോള് കുഞ്ഞായിരുന്ന സമയത്തെ 15 പ്രാവശ്യം അവളും എൻ്റെ കൂടെ ശബരിമല വന്നിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ശബരിപീഠം എത്തി. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുമ്പേ പോന്നിട്ടുണ്ടെങ്കിൽ ഈ ശബരിപീഠത്തിലെ ഇവിടെ ഈ ഷെഡ് വരുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഇത് കണ്ടോ, അഭിലാഷ് അവിടെ ഇരിപ്പുണ്ട്. കണ്ടോ, ഇഷ്ടം കുറേ മുമ്പേ ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ. അങ്ങനെ ഇപ്പം ഞങ്ങൾ 4 പേരും കൂടെ വീണ്ടും ഒന്നിച്ചായി. ഇവിടെ കുരങ്ങന്മാരുടെ കളി അമ്മമാർ കിടന്നുകൊണ്ട് ഓടുന്നുണ്ടോ മുകളിൽ കൂടെ. ഈ ഫോണൊക്കെ നമ്മൾ അടുത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവന്മാരുണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. മുകളിൽ കയറിയിരിക്കുന്നതുണ്ടോ. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് സന്നിധാനത്തിൻ്റെ അടുത്തെത്തി. സൈഞ്ചുമുണ്ട്, അഭിലാഷുമുണ്ട്, സുള്ളപ്പനുമുണ്ട്. ഞങ്ങളിപ്പോൾ 4 പേരും ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം നേരെ താഴോട്ട് നമ്മൾ സന്നിധാനത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങും. ഇത് കണ്ടോ, ഇത് തമിഴ്നാടോ ആന്ധ്രയിൽ നിന്നുകൊണ്ട് വന്ന അയ്യപ്പന്മാരാന്ന് തോന്നുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇരുമുടിക്കെട്ട് ഇല്ലാതെ വന്ന സമയത്തിന് ഈ ഓലമടലിൻ്റെ കെട്ട് ചുമന്ന് മുകളിൽ കയറ്റേണ്ട വന്നെന്ന്. അതുപോലെ എനിക്ക് ഒറ്റയ്ക്ക് വേറെ ഒരു അനുഭവം കൂടെ വന്നിട്ടുള്ളതാണ്. അത് ഒരുപാട് വർഷം മുമ്പാണ് കേട്ടോ. അത് ഞാൻ ഇരുമുടിക്കെട്ടും കൊണ്ട് വന്ന ഒരു സമയത്ത് കോട്ടയത്ത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഈ കെട്ട് നിറച്ചുകൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു. അന്ന് ഈ കെട്ടിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും ചെറിയ ഒരു നെയ്ത്തേങ്ങ ഒരു കടയിൽ നിന്ന് പോയി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അന്നേരം അത്രയും ഖനം കുറഞ്ഞിരിക്കുമല്ലോ എന്ന് വെച്ചേ. പക്ഷേ അന്ന് എൻ്റെ കെട്ട് നിറച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു കൊച്ചുമായിട്ട് വന്നിട്ട് എന്നോടൊന്ന് ചോദിച്ചു, അവർക്ക് ഒരു നേർച്ചയുണ്ട് നെയ്ത്തേങ്ങ ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അത് കൊണ്ടുപോകാവോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ അതും കൂടെ കൊണ്ടുവരേണ്ട വന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഈ കെട്ടും നിറച്ച് ശബരിമലയ്ക്ക് വരുന്ന സമയത്ത് ഈ നെയ്ത്തേങ്ങ ചെറുത് എടുക്കാറില്ല, ഏറ്റവും വലുത് തന്നെ എടുക്കാറുള്ളൂ. ഇത് നെയ്ത്തേങ്ങയുടെ ഒരു ഭാഗം ആഴിയിലേക്ക് ഇങ്ങനെ എറിയുന്ന കണ്ടോ. നെയ്ത്തേങ്ങയാണ് അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് കണ്ടോ, പുക ഇങ്ങനെ വരുന്നതുകൊണ്ടോ, തീയാണ് അതിൻ്റെ അകത്ത്. സന്നിധാനത്തിൻ്റെ ഭാഗമൊന്നും നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം അവിടെ കാണിക്കാത്തത്. ഇവിടെ നിന്നാണ് അരവണപ്പായസം, ഉണ്ണിയപ്പം ഒക്കെ കിട്ടുന്ന ഇവിടെ നിന്നാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കുറേ കൗണ്ടറുകൾ ഇവിടെ ഇങ്ങനെ നിരന്നുണ്ട്. ഇത് സന്നിധാനത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഇത് എല്ലാ മലയാള മാസവും 5 ദിവസവും ഇവിടെ തിരക്കുള്ള സമയത്തെല്ലാം ഇവിടെ ഡോക്ടർമാർ കാണും. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം അവരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. ഇത് ഇവിടുത്തെ ആംബുലൻസാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായിട്ടുള്ള 2-3 ആംബുലൻസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളും പയ്യെ പമ്പയിലേക്ക് ഇറങ്ങിയാണ്. ഞങ്ങൾ വണ്ടി അങ്ങ് താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സൈഞ്ചു അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ കോട്ടയത്തേക്ക് തിരികെ മടങ്ങുകയാണ്.